നമസ്കാരം സനോജി. നമസ്കാരം. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ തത്വമൈ ന്യൂസ്, പ്രത്യേകിച്ച് സനോജി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ എത്തുന്നു. സനോജി ഇപ്പോൾ ജ്യോതിഷനാണോ എന്നാണ് തത്വമൈ ന്യൂസിൽ തന്നെയുള്ള പലരുടെയും ചോദ്യം. കാരണം പി എസ് പ്രശാന്ത് പ്രതി പട്ടികയിൽ ചേർക്കപ്പെടും, അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ ആദ്യം പ്രേക്ഷകരുടെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ അറിയിച്ചൊരു വ്യക്തി സനോജിയാണ്. പി എസ് പ്രശാന്തിൻ്റെ ഇതുമായിട്ടുള്ള ബന്ധമെന്ന് മാത്രമല്ല, ഇതിൻ്റെയൊക്കെ ഒരു ആണിയായി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് പി എസ് പ്രശാന്ത് എന്ന് പറഞ്ഞതും സനോജിയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു? അല്ല, അതിന് ഈ ജ്യോതിഷത്തിൻ്റെ കാര്യമൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ ശബരിമലയെക്കുറിച്ചും പി എസ് പ്രശാന്തിനെയൊക്കെ കൃത്യമായി ഫോളോ ചെയ്തിട്ടുള്ള എല്ലാ ജേർണലിസ്റ്റുകൾക്കും അത് മനസ്സിലാവും പുള്ളിയുടെ ഒരു നേച്ചർ എന്താണ്. ഞാൻ അന്ന് ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പുള്ളി ചിരിക്കുന്ന ജോർജ് സാറാണ്. അത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് കമൻറ്റും ഒരു പോസ്റ്റ് വിട്ടിരുന്നു എൻ്റെ പേഴ്സണൽ ഫേസ്ബുക്ക് പേജിൽ. ഞാൻ നമ്മുടെ ജോർജ് സാറായിട്ട് അഭിനയിച്ച പ്രകാശ് വർമ്മയുടെയും പുള്ളിയുടെയും കൂടെ ചിത്രം മെർജ് ചെയ്തിട്ടൊരു ചിത്രം ഉണ്ടാക്കി ഞാനൊരു പോസ്റ്റ് വിട്ടിരുന്നു. അപ്പോൾ അത് വളരെ അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. കാര്യം പുള്ളിയെ അടുത്തറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ അത് അറിയാവുള്ളൂ. പുള്ളി എങ്ങനെയാണ് LDF-ലേക്ക് വന്നതെന്നറിയാം. കണ്ടം ചാടി വന്ന ആളാണ്. കണ്ടം ചാടി വന്ന ആൾക്ക് ഇവിടെ ഒരു സ്ഥാനം കണ്ടെത്തണമെങ്കിൽ പുള്ളിക്ക് കൃത്യമായി LDF-ൽ എന്തെങ്കിലും LDF-നെ ഒന്ന് പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ പുള്ളിക്ക് വർക്ക് ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് പുള്ളി LDF-ൻ്റെ ഏറ്റവും വലിയ ഫണ്ട് പുള്ളറായി മാറുന്നത്. തിരുവനന്തപുരത്തെ പാർട്ടി വളർത്തുന്നതിൽ ഫണ്ട് കൊണ്ടുവരുന്നതിലെ ഒരു പ്രധാന കണ്ണിയായി പുള്ളി മാറുന്നു എന്നുള്ള ഒരു വിവരം നമുക്ക് ആദ്യം മുതൽ പുള്ളി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ അന്ന് മുതൽ നമ്മൾ വാച്ച് ചെയ്തത് അതെങ്ങനെയാണ് പുള്ളി ഫ്രണ്ടിലോട്ട് വർക്കൗട്ട് ആക്കുന്നത് ദേവസ്വം ബോർഡിൽ. പക്ഷേ ദേവസ്വം ബോർഡിൽ വന്നത് മുതൽ പുള്ളി ഇതൊന്നും തോന്നാത്ത രീതിയിൽ, പുറമേ ഒന്നും കാണിക്കാത്ത രീതിയിൽ ഭക്തരെ കൂടെ നിൽക്കുന്നു, ദേവസ്വത്തിന് വേണ്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നതെന്നുള്ള ഒരു മൊത്തത്തിലൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അതിന് പിന്നാമ്പുറത്ത് പുള്ളി വലിയ വലിയ കളികൾ കളിച്ചു. അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് എപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്ന് പുള്ളി മനസ്സിലാക്കിയപ്പോൾ അന്ന് മുതൽ തത്വമയി പുള്ളിയുടെ കണ്ണിലെ കരടായി മാറുകയായിരുന്നു. അതിനെ തുടർന്നാണല്ലോ നമുക്ക് ശബരിമലയിൽ തത്വമയിക്ക് അപ്രഖ്യാപിതമായ വിലക്കുമൊക്കെ ഏർപ്പെടുത്തുന്നത്. അതെ, അവിടെ ഒരു തൊട്ടുകൂടായ്മ, തീണ്ടൽ കൂടായ്മ തത്വമയിക്ക് സന്നിധാനത്തുണ്ട്. സന്നിധാനത്തേക്ക് തത്വമയിക്ക് പ്രവേശനമില്ല. ഇപ്പോൾ എഴുത്തുകൂത്ത് പ്രകാരം തത്വമയിക്ക് സന്നിധാനത്തേക്ക് നിലവിൽ പ്രവേശനമില്ലാതിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇനിയിപ്പോൾ പുതിയ മിനിസ്ട്രിയാണ്, എങ്ങനെയാണെന്ന് അറിയില്ല. ദേവസ്വം മന്ത്രിയെ കാണാൻ പോകുന്നുണ്ട് നമ്മൾ. അപ്പോൾ എന്തായാലും ഈ പോയ മണ്ഡലകാലത്തും അതിന് മുമ്പുള്ള മണ്ഡലകാലത്തും, ഈ കഴിഞ്ഞ വർഷമാണ് ഈ ഒരു അപ്രഖ്യാപിതമായൊരു വിലക്ക് നിലവിൽ വരുന്നത്. പക്ഷെ അന്ന് മുതൽ നമ്മൾ ഇത് ഒരാളിനോടുള്ള ഒരു വ്യക്തി വൈരാഗ്യമോ അങ്ങനെ ഒന്നുമല്ല. നമ്മൾ ആ ഒരു വ്യക്തിയെ നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖല, അദ്ദേഹം എങ്ങനെയാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതെന്നാണ് ആദ്യം നോക്കുന്നത്. അപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആദ്യ വാർത്ത അത് ഒരുപക്ഷെ നമ്മുടെ തത്വമയുടെ തന്നെ ഒരു മൊത്തത്തിലുള്ള നമ്മുടെ ഒരു 7 വർഷത്തെ ഈ മാധ്യമ പ്രവർത്തനത്തിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഈ കഴിഞ്ഞ 2025 സെപ്റ്റംബർ 7-ാം തീയതി 4-ാം ഓണം, അന്ന് 4 ദിവസത്തെ നട തുറക്കലാണ് ശബരിമലയിലുള്ളത്, ഓണപൂജയ്ക്കായിട്ടുള്ള. ഇതിൽ 4-ാം ഓണത്തിൻ്റെ അന്ന് രാത്രി നട അടയ്ക്കുന്ന ദിവസമാണ്. അന്ന് രാത്രിയാണ് ഇവർ ഈ ഒരു ഈ സെപ്റ്റംബർ 7-ാം തീയതി, സെപ്റ്റംബർ 20-ാം തീയതി പമ്പയിൽ അയ്യപ്പ സംഗമം നടക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വാർത്തയാണ് നമ്മൾ ഒരു വശത്തോടെ വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇതിലേക്ക് ആരാണ് സ്പോൺസർമാരായി വരുന്നത്, ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ഇത് മറ്റെന്തെങ്കിലും രീതിയിൽ 2018 യുവതീ പ്രവേശനത്തിൻ്റെ മറ പോലെ എന്തെങ്കിലും ഒരു മറ ഇതിലുണ്ടോ എന്നൊക്കെയുള്ള സംശയാസ്പദമായ പല വാർത്തകളും നമ്മൾ ആ ഘട്ടത്തിൽ ചെയ്തിരിക്കുമ്പോഴാണ് ഈ 2025 സെപ്റ്റംബർ 7-ാം തീയതി 4-ാം ഓണ ദിവസം, അന്ന് ചന്ദ്രഗ്രഹണം കൂടിയായിരുന്നു. അന്ന് രാത്രിയാണ് ഈ ശബരിമല ശ്രീകോവിലിനെ നടയിൽ ഇരുവശത്തുമുള്ള ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപ്പാളി അത് അവിടെ നിന്നും ഇളക്കി രാത്രി ഈ നടയടയ്ക്കുന്ന ദിവസം അവിടെ പോകുന്നവർക്കറിയാം, നടയടച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും അവിടെ നിന്ന് ഇറക്കും. 18-ാം പടി ഇറങ്ങി പോകണം. പിന്നെ ആരും മലയിൽ അന്ന് താമസിക്കാൻ സമ്മതിക്കില്ല. മുറി എടുത്തിട്ടുള്ള ചുരുക്കം ചിലർക്ക് മാത്രം അവിടെ താമസ സൗകര്യം അനുവദിക്കും. പക്ഷേ പതിവിലും വിപരീതമായി അന്ന് അവിടെ മുറി ആർക്കും അലോട്ട് ചെയ്തു പോലുമില്ല. എല്ലാവരും മല ഇറങ്ങണം എന്നുള്ള ഒരു രീതിയിൽ കുറച്ച് ഭക്തരെ ഉണ്ടായിരുന്നുള്ളൂ. അവരെ എല്ലാവരും തന്നെ നേരത്തെ, ചന്ദ്രഗ്രഹണമായതുകൊണ്ട് നേരത്തെ നട അടയ്ക്കുന്നു എന്ന് പറഞ്ഞ് 8 മണിയോടുകൂടി എല്ലാ പൂജകളും പൂർത്തിയാക്കി ഹരിവരാസനം പാടി നട അടച്ച ശേഷം ഇവരെ എല്ലാവരെയും താഴത്തിറക്കിയ ശേഷം രാത്രി 10 മണിയോടുകൂടിയാണ് CCTV-കൾ ഓഫ് ചെയ്ത ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ, പ്രശാന്ത്, തിരുവാഭരണം കമ്മീഷണറായിട്ടുള്ള റെജിലാൽ, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ ഒരു സ്വർണ്ണപ്പാളികൾ അവിടെ നിന്നും ഇളക്കി മാറ്റി ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നത്. അത് കൊണ്ടുപോകുന്നതാകട്ടെ ഒരു സുരക്ഷയുമില്ലാതെ ഒരു ഇനോവ വാഹനത്തിലാണ് ഇവർ കൊണ്ടുപോകുന്നത്. ഇവർ പറയുന്നത്
വിജിലൻസിൻ്റെയൊക്കെ സുരക്ഷ വിജിലൻസിനെ അറിയിച്ചിട്ടുണ്ട്. വിജിലൻസിൻ്റെ സുരക്ഷയോട് കൂടിയാണ് ഇത് കൊണ്ടുപോകുന്നത്. വിജിലൻസ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് ആണ്, അല്ലാതെ ഇത് പോലീസിൻ്റെ വിജിലൻസോ മറ്റൊരു എക്സ്റ്റേണൽ ഫോഴ്സോ അല്ല. ഇതൊരു ഇന്റേണൽ ഫോഴ്സാണ്. ദേവസ്വം ബോർഡിൻ്റെ ക്രമക്കേടുകൾ കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ട് അവിടെ ഓഡിറ്റിങ്ങിനും മറ്റുമൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇന്റേണൽ ബോഡി മാത്രമാണ് ഈ വിജിലൻസ് എന്ന് പറയുന്നത്. ഈ വിജിലൻസ് എന്ന് പറഞ്ഞ് കണ്ണിൽ പൊടിയിടുകയാണ് ആദ്യം ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് വിജിലൻസ് എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയൊരു സുരക്ഷ, ഒരു പച്ചപരമാർത്ഥം എന്ന് പറയുന്നത് ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷാ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള റൈറ്റ് പോലും ഇല്ല എന്നുള്ളതാണ്. ഒരു പിസ്റ്റൽ പോലും കൈവശം വയ്ക്കാനുള്ള അവകാശം ഇല്ലാത്തവരാണ് ഇതിന് സുരക്ഷ ഒരുക്കി കൊണ്ടുപോയത്. ഇത്രയും വലിയ, അതും ലോകപ്രസിദ്ധി നേടിയിട്ടുള്ള ക്ഷേത്രം, പുരാതനവും പാവനത്വവും അത്രയധികം മൂല്യമൊക്കെ കൽപ്പിക്കപ്പെടുന്ന അവിടുത്തെ ഒരു ശ്രീകോവിലിൻ്റെ തന്നെ പാർട്ടാണ് ഇളക്കിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് എന്ത് സുരക്ഷ ആണ് ഉള്ളത് എന്നുള്ള ഒരു ചോദ്യം വരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് സ്പെഷ്യൽ കമ്മീഷണർ അടുത്ത ദിവസം കോടതിയിലേക്ക്, ഹൈക്കോടതിയിലേക്ക് പേപ്പർ മൂവ് ചെയ്യുന്നു. അതായത് മതിയായ പെർമിഷൻസോ മതിയായ അനുവാദമോ ഇല്ലാതെയാണ് ഇത് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നു. തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ 9 രാവിലെ ഇത് ലോകത്തിനോട് വിളിച്ചു പറയുന്നത് തത്വമയിയാണ്. അന്ന് നമ്മൾക്ക് ഇത്ര മാത്രമേ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം ഇത് ആദ്യത്തെ വാർത്ത കിട്ടുമ്പോൾ ഞാൻ കമ്മീഷണറെ വിളിച്ചപ്പോഴും കമ്മീഷണർ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് പരാതി ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ കോടതിയിൽ കൊടുത്തതെന്ന് മാത്രമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പൊ അതിൽ നിന്ന് വ്യക്തമായിരുന്നു ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെന്നോ. ഇതൊരു ചട്ടലംഘനം അല്ലെങ്കിൽ ഒരു മാത്രമായിരുന്നു 9 അതെ. അപ്പൊ അതിനെ തുടർന്നാണ് നമ്മൾ ഈ വാർത്ത വലിയ സംഭവമായി തന്നെ ഇത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ ഇത് നമ്മൾ കൊടുത്തതിന്റെ പിന്നാലെ 1-2 മറ്റ് യൂട്യൂബ് ചാനലുകൾ കൊടുത്തു എന്നുള്ളതല്ലാതെ വലിയ അനക്കമൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴാണ് ഇത് മറ്റ് സാറ്റലൈറ്റ് ചാനലുകൾ അടക്കം ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ള പേരിൽ ഇതിൻ്റെ വാർത്തകൾ വ്യാപിക്കുന്നത്. പിന്നെ കോടതിയുടെ നിരീക്ഷണം വരുന്നു. അത്തരം കാര്യങ്ങൾ വന്നതോടുകൂടിയാണ് ഇതിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നത്. പക്ഷേ എന്തായാലും നമ്മൾ അന്ന് തന്നെ ഈ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞിരുന്നു PS പ്രശാന്തിന് ഇതിലുള്ള പങ്ക് വളരെ വ്യക്തമാണ്. കാര്യം PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ദേവസ്വം ബോർഡാകുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ്. എന്തിനാണ് അദ്ദേഹം അന്ന് രാത്രി ഈ ചന്ദ്രഗ്രഹണത്തിന് ശേഷമുള്ള സമയം ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തത്? ഒന്നാമത്തെ ചോദ്യം. എന്തിനാണ് അന്ന് സന്നിധാനത്തെ CCTVകൾ ഓഫാക്കിയത്? ഇത് പെർമിഷൻ എടുക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ അവിടെ നിയമിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളുടെ മേൽനോട്ടമാണ് അദ്ദേഹത്തിന്റെ ചുമതലയിലുള്ളത്. കോടതി തന്നെ നിയമിച്ചിട്ടുള്ള വ്യക്തിയാണ്, ഒരു ജഡ്ജാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലിരിക്കുന്ന ഈ സംഭവങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ അറിയിക്കാതെ, കോടതിയെ അറിയിക്കാതെ, പ്രത്യേകിച്ചും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമല ശ്രീകോവിലിൻ്റെ, അതായത് 18 പടിക്ക് മുകളിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തണമെങ്കിൽ അത് കോടതിയെ മുൻകൂർ അറിയിച്ച് അനുവാദം വാങ്ങണമെന്നുണ്ട്. സ്പെഷ്യൽ കമ്മീഷണറെയും കോടതിയെ മുൻകൂട്ടി അനുവദിച്ച് അനുവാദം വാങ്ങണം. ഇനി അവിടുന്ന് ഒരു സാധനം പോലും 18-ാം പടി കടത്തി താഴേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള രണ്ടാമത്തെ നിയമം. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ പോലും എന്തെങ്കിലും ഒരു അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി അവിടുന്ന് കൊണ്ടുപോയേ പറ്റൂ. ഇപ്പോൾ ഇലക്ട്രോപ്ലൈറ്റിംഗ് പോലുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ കൊണ്ടുപോയാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ പോലും ഈ പറഞ്ഞ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് കോടതിയെ അറിയിക്കണം. ആദ്യം സ്പെഷ്യൽ കമ്മീഷണറെ രേഖാമൂലം അറിയിക്കണം. സ്പെഷ്യൽ കമ്മീഷണർ കോടതിയെ അറിയിച്ച് കോടതിയിൽ നിന്നൊരു പെർമിഷൻ വാങ്ങിച്ച് അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ അത് അവിടെ നിന്ന് കൊണ്ടുപോകും. ഇങ്ങനെ ഒരു നിയമം ഇരിക്കുകയാണ്. ഒരു സുരക്ഷയും ഇല്ലാതെ ഇത്രയും കോടിക്കണക്കിന് വിലയുള്ള ഈ അത് ഇവരുടെ എന്തോ വീട്ടിലെ കാര്യം ഇളക്കിക്കൊണ്ട് പോകുന്നത് പോലെയാണ്. എല്ലാം നടയടച്ചു, അത് കഴിഞ്ഞു, ഇത് ഊരിയെടുക്കുന്നു, നേരെ പമ്പയിൽ എത്തിക്കുന്നു, അവിടുന്ന് ഒരു ഇന്നോവ കാറിൽ കയറ്റുന്നു, നേരെ ഒറ്റ പോക്കാണ് ചെന്നൈക്ക് ഒരു ടൂറിന് പോകുന്നത് പോലെ. ബാക്കിയുള്ളതെല്ലാം ചരിത്രമാണ്, നമുക്കറിയാം. ഞാൻ ഇത്രയും കാര്യം വിശദീകരിച്ച് പറഞ്ഞത് അന്ന് രാത്രി അവിടെ എന്താണ് നടന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ ആ രാത്രി അന്ന് ഈ നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ Day 1 മുതൽ തത്വമായി പറയുന്നതാണ് ഈ കേസിൽ മറ്റേത് പ്രതിയെ വിട്ടുപോയാലും വിട്ടുപോകാൻ പാടില്ലാത്തൊരു പ്രതി എന്ന് പറയുന്നത് PS പ്രശാന്താണെന്നുള്ളത്. രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടും ഇടതുപക്ഷമാണ് ഭരണത്തിലിരുന്നത്, അതുകൊണ്ടുമൊക്കെ അദ്ദേഹം ചവിട്ടി മാക്സിമം പോയി. ഇപ്പോൾ എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞു, ഭരണം നഷ്ടപ്പെട്ടു, LDFന് വോയിസ് ഇല്ലാതായപ്പോൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ SITക്കും പറയാതിരിക്കാൻ നിർവാഹമില്ല, ഇദ്ദേഹമാണ് ഇതിൻ്റെ ആസൂത്രകനെന്ന്. ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതി എന്നുള്ള കാര്യം. ഇദ്ദേഹം ഇപ്പോഴാണ് ലോകത്തിലേക്ക് പ്രതി എന്ന് പറഞ്ഞു SIT എഴുതി ചേർക്കുന്നത്. നമ്മൾ Day 1 തന്നെ പറഞ്ഞിരുന്നു ഇദ്ദേഹമാണ് പ്രതി എന്നുള്ളത്. അതുകൊണ്ട് നമുക്കിതിൽ വലിയ അത്ഭുതമോ അല്ലെങ്കിൽ ഞെട്ടലോ ഒന്നുമില്ല. സനോജ്, ഇതിൻ്റെ PS പ്രശാന്തിൻ്റെ കാര്യം പറയുമ്പോൾ സനോജ് ഇപ്പോൾ പറഞ്ഞതുപോലെ കോടതിയുടെ വ്യക്തമായ നിർദ്ദേശമുണ്ട്. ഇന്ന മാർഗരേഖകൾ പ്രകാരമേ അവിടെ ഈ സാധനങ്ങൾ കൈകാര്യം ചെയ്യുവാൻ പാടുള്ളൂ, ഏതെങ്കിലും ഒരു സാധനം 18-ാം പടി ഇറക്കുവാൻ പാടുള്ളൂ. അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു സംശയം എപ്പോഴും നിൽക്കുന്നത്, കാരണം തന്ത്രിയുടെ കാര്യത്തിൽ പലർക്കും ഒരു 2 പക്ഷമുണ്ട്. തന്ത്രി നിരപരാധിയായിരിക്കാം,
തന്ത്രി ചിലപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കും. രണ്ട് പക്ഷമുണ്ട്. തന്ത്രിയുടെ പങ്ക് എന്തായിരിക്കും? കാരണം ഈ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഈ ദേവസ്വം തന്ത്രി അറിയാതിരിക്കുമോ? സ്വാഭാവികമായും ഇത് ഈ പറഞ്ഞതുപോലെ വിശ്വാസത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മൂടി വെക്കുന്നതിന് ഒരു സാങ്കത്യം ഇല്ല എന്നുള്ളതാണ് കാര്യം. നടന്നത് എന്തായാലും സത്യമായി തന്നെ ലോകം അറിയണം. അങ്ങനെ ഒരു സംഭവത്തിന് ആരൊക്കെ കൂട്ടു തന്നിട്ടുണ്ടോ അവരൊക്കെ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു പക്ഷക്കാരാണ് നമ്മൾ. കാര്യം തത്വമയി പോലുള്ള ഒരു ചാനൽ പ്രവർത്തനം തുടങ്ങിയത് തന്നെ ശബരിമലയുടെ ആചാരങ്ങൾ സംരക്ഷിക്കും, വിശ്വാസങ്ങൾ സംരക്ഷിക്കും, അതുമാത്രമല്ല അവിടുത്തെ ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കും എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞയോട് തുടങ്ങിയ ചാനലാണിത്. നമ്മൾ നാളിതുവരെയും പ്രവർത്തിച്ചത് അങ്ങനെ തന്നെയാണ്, ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പിച്ചവരാണ് നമ്മൾ. അപ്പൊ അങ്ങനെ ഒരു ചാനൽ വരുമ്പോൾ പലരും ഇപ്പോൾ ഈ തന്ത്രിക്കെതിരെ ആദ്യം ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ടൊരു വിവാദം വന്നപ്പോൾ അതും ആദ്യം നമ്മളാണ് ഒരു ഇന്റർവ്യൂയിലൂടെ പുറത്തുവിട്ടത്. മധു മണിമല എന്നുള്ള ഒരു പഴയ ശബരിമല മാധ്യമപ്രവർത്തകന്റെ ഒരു വെളിപ്പെടുത്തലായിരുന്നു അത് പുറത്തുവിട്ടപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ചൊരു അമേരിക്കയിൽ നിന്ന് ഒരാൾ ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തു. പേര് പറയാതെ ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അതായത് നിങ്ങൾ എന്തിനാണ് ഈ തന്ത്രിയെ ബോധപൂർവ്വം തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നത്? തത്വമയി പോലുള്ള ഒരു ചാനൽ അങ്ങനെ ചെയ്യാമോ എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, തത്വമയിക്ക് എന്താ പ്രത്യേകത? തത്വമയി തന്ത്രിയുടെ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിച്ച് തുടങ്ങിയ ചാനലല്ല തത്വമയി. തത്വമയിക്ക് പ്രതിബദ്ധത തന്ത്രിയെടുത്തല്ല, തത്വമയിക്ക് പ്രതിബദ്ധത അയ്യപ്പനോടാണ്. തത്വമയിക്ക് മന്ത്രിയും തന്ത്രിയും എല്ലാം ഒരേ കണ്ണിൽ കാണുന്നവരാണ് നമ്മൾ, അല്ലേ? തീർച്ചയായിട്ടും ശരിയാണ്. ശബരിമലയിലെ പരമപാവനമായ വിഗ്രഹം പൂജിക്കുന്ന ഒരു ഫാമിലിയാണ് താഴമൺ തന്ത്രി. ആ കുടുംബത്തിനെ അങ്ങേറ്റം ബഹുമാനത്തോടു കൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ തന്ത്രി മഹേഷ് മോഹനര്, തന്ത്രി അതിനു മുമ്പ് വലിയ തന്ത്രിയായിരുന്ന തന്ത്രി മഹേശ്വരര്, ഇവരുമായിട്ടൊക്കെ അടുത്ത് ഇടപഴകിയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ എനിക്കറിയാം, ഫാമിലിയെ നന്നായിട്ട് അറിയാം. മോഹനരെ പരിചയമുണ്ട്, രാജീവേട്ടനെയും പരിചയമുണ്ട്, രാജീവനെയും പരിചയമുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ ആ പരിചയമോ അല്ലെങ്കിൽ അവർ തന്ത്രി കുടുംബമാണെന്നോ ബ്രാഹ്മണ മേധാവിത്വം അതൊന്നും അല്ല ഇവിടെ വർക്കൗട്ട് ആവേണ്ടത്. ഇവിടെ വർക്കൗട്ട് ആവേണ്ട കാര്യം ആ ഒരു സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ ആരൊക്കെയാണ് കൂട്ടാളികൾ? ആ കൂട്ടാളികളുടെ ലിസ്റ്റിൽ തന്ത്രിയുടെ പേര് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹവും വിമർശിക്കപ്പെടേണ്ട ഒരാൾ തന്നെയാണ്. അല്ലാതെ അദ്ദേഹം ദൈവത്തിന്റെ പ്രതിപുരുഷനായി മാറ്റി നിർത്തേണ്ട വ്യക്തിത്വം കുറച്ചുകൂടി കടന്നു തന്നെ വിമർശിക്കപ്പെടേണ്ട ഒരാളാണ്. കാരണം കൃത്യമായിട്ട് മനോജ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. അതായത് തന്ത്രിയുടെ ഈ ഒരു സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് പോകണമെങ്കിൽ അത് ദേവസ്വം ബോർഡിന് ചെയ്യാവുന്നുള്ള ആകെ കാര്യം ഈ ക്ഷേത്രത്തിന്റെ തന്ത്രിയെടുത്ത് ഒരു അനുവാദം വാങ്ങിക്കുക എന്നുള്ളതാണ്. കാര്യം ഇത് അറ്റകുറ്റപ്പണികൾക്കായി ഇതിൽ കേടുപാടുകൾ വന്നിട്ടുണ്ട്, അത് ക്ഷേത്രത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ചൈതന്യത്തെ ബാധിക്കും, അതുകൊണ്ട് ഇത് അറ്റകുറ്റപ്പണി ചെയ്യണം കാണിച്ച അങ്ങനെ ഒരു ലെറ്റർ തന്ത്രി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ലെറ്റർ തന്ത്രിയുടെ ലെറ്റർ പാഡിൽ കൊടുത്തിട്ടുണ്ട്. അത് SITയുടെ കയ്യിലുണ്ട്. അതായത് വിജിലൻസ് അന്വേഷണത്തിലും വെളിവായ കാര്യമാണ്, SITയുടെ അന്വേഷണത്തിലും വെളിവായ കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയാണ് തന്ത്രി ഇതുമായി കണക്റ്റഡ് ആവുന്നത്. പിന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാനിപ്പോൾ ഇവിടെ വീണ്ടും പറയുന്നില്ല. എന്തായാലും ഈ പറഞ്ഞതുപോലെ അദ്ദേഹവും ബഹുമാനിക്കപ്പെടേണ്ട ഒരാളാണ്. ഇരിക്കുന്ന പദവി ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മേലുള്ള കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വരട്ടെ, അന്നേരം നമുക്കും അത് പറയാം. ഇനി ഒരല്പം പിന്നോട്ട് ഒന്ന് പോവുക. ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടായ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, ഈ അവസാനമായി പാളികൾ ഇളക്കിക്കൊണ്ട് പോകുന്നത് മുൻപ് ഇതുപോലെ അതിൽ നിന്ന് സ്വർണം മാറ്റി ചെമ്പ് പൂശിയത്, ചെമ്പ് തെളിഞ്ഞു തുടങ്ങിയതിനെ മറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു എന്ന്. തീർച്ചയായിട്ടും. കാര്യം ഈ കാലാകാലങ്ങളിലായി ഇതിന്റെ എല്ലാം സ്പോൺസർഷിപ്പ് ആരായിരുന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള വലിയ വലിയ മീനുകളായിരുന്നു. ഇത് കാലാകാലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും എല്ലാം. ഞാൻ പറഞ്ഞില്ല, ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. ശബരിമല പോലുള്ള ഒരു സന്നിധാനത്ത് അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ്. വർഷത്തിൽ തുടർച്ചയായി തുറക്കുന്നത് ഒരു 10-72 ദിവസം മാത്രമാണ് ഈ മണ്ഡല മകരവിളക്ക് കാലയളവിൽ. അത് കഴിഞ്ഞാൽ മാസപൂജയ്ക്ക് 5 ദിവസം, എല്ലാ മാസവും 5 ദിവസം. പിന്നെ ചില വിശേഷ അവസരങ്ങൾ മാത്രം, പ്രതിഷ്ഠാ ദിനത്തിന് ഒരു ദിനം, ചിത്തിര ആട്ടവിശേഷത്തിന് ഒരു ദിനം, ഇങ്ങനെയുള്ള പിന്നെ ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഉത്സവത്തിനും വിഷുവിനും കൂടെ ആയിട്ടൊരു 10-15 ദിവസം. അങ്ങനെ ചുരുക്കം ചില ദിവസങ്ങളിൽ മാത്രം തുറന്ന് അടയുന്ന ഒരു നടയാണ് ശബരിമല ക്ഷേത്രം. അത് തന്നെയാണ് ആ ക്ഷേത്രത്തെ പ്രത്യേകത. അതിൻ്റെ ഒരു പ്രത്യേകതയും അങ്ങനെയാണ്. ബാക്കി ഉള്ള സമയങ്ങളിൽ അവിടുത്തെ പ്രതിഷ്ഠാമൂർത്തിയായ അയ്യപ്പൻ കഠിന തപസ്സിലാണെന്നാണ് വിശ്വാസം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിശ്വാസ പ്രമാണങ്ങളെ സത്യം പറഞ്ഞാൽ മുതലെടുക്കുകയായിരുന്നു അവിടുത്തെ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ. ഇങ്ങോട്ടേക്ക് അങ്ങനെ അധികം വലിയ, ഇപ്പം കോടതി കണ്ടെത്തിയ ഏറ്റവും വലിയ കണ്ടെത്തൽ എന്തായിരുന്നു? 10-12 വർഷമായി ഓഡിറ്റിംഗ് ഇല്ല, ഓഡിറ്റഡ് റിപ്പോർട്ടില്ല. എന്തുകൊണ്ട്? ഇതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രം, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രഥമ സ്ഥാനമുള്ള ഒരു ക്ഷേത്രം, ദേവസ്വം ബോർഡ് നിലനിൽക്കുന്നത് പോലും ശബരിമല ക്ഷേത്രത്തിന്റെ പുറത്താണ്. ഈ കോവിഡ് കാലത്ത് അങ്ങോട്ടേക്ക് ആരും പോകാതായപ്പോൾ പല ഗ്രാമപ്രദേശങ്ങളിലെയും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാർക്കും അവിടുത്തെ കഴക ജീവനക്കാർക്കും ശമ്പളം മുടങ്ങിയ അവസ്ഥ ഉണ്ടായി.
ശമ്പളം മുടങ്ങിയ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു കൃത്യമായി കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നെങ്കിൽ. അത് മറ്റൊരു സംഭവം, അത് വേറൊരു ടോപ്പിക്കാണ് മനോജി, അത് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ 10-12 വർഷമായി കൃത്യമായ ഓഡിറ്റിംഗ് ഇല്ലാന്ന് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുമ്പോൾ അതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? അവിടെയാണ് ഈ ഓഡിറ്റിങ്ങിലൊക്കെ വരുമ്പോഴാണ് ഈ തന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ വീണ്ടും നമുക്ക് പരാമർശിക്കപ്പെടേണ്ടി വരുന്നത്. കാര്യം പൂജകളുടെ കാര്യത്തിൽ ഈ പടിപൂജയും ഉദയാസ്തമന പൂജയും ശബരിമലയുടെ ചരിത്രം കൃത്യമായി പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പഠിച്ചിട്ടുണ്ടോയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാര്യം ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല രേഖകളും കാണുമ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം, സാന്ദർഭികമായി സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നത് മാത്രം. ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പടിപൂജ എന്ന് പറയുന്നത്. 18 മലകളെ സങ്കല്പിച്ചുകൊണ്ട് 18 പടികൾക്ക് പൂജ സമർപ്പിക്കുകയാണ്. അയ്യപ്പനെ കാത്തു രക്ഷിക്കുന്ന ചുറ്റോട് ചുറ്റുമുള്ള 18 മലകൾ. പിന്നെ നമ്മൾ അല്ലാതെ പറയുന്നുണ്ട്, നമ്മുടെ 18 പുരാണങ്ങളുടെ പ്രതീകമാണെന്ന് പറയുന്നുണ്ട്, 18 ഗുണങ്ങളുടെ 18 അധ്യായങ്ങളുടെ പ്രതീകമാണെന്ന്, 18 തമോ ഗുണങ്ങൾ, രജോ ഗുണങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പ്രതീകമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല പല സങ്കല്പങ്ങളുണ്ട്. എന്തു തന്നെ ആയാലും 18 പടികളെ, ഒരു ക്ഷേത്രത്തിലേക്ക് നടന്നു കയറുന്ന പടികളെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം മറ്റൊരിടത്തും ഇല്ല ലോകത്തേക്ക്. അങ്ങനെ ഒരു സവിശേഷമായ ചടങ്ങ് ആ 18 പടിയിലുണ്ട്. ശരിക്കും 18 പടി പൂജ ചെയ്യണമെന്ന് വർഷങ്ങൾ മുമ്പ് തന്നെ അവിടെയുള്ള ഈ പൂജയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ നമ്മൾ ഇതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലങ്ങളിൽ ഈ പടി പൂജ നടന്നിരുന്നത് എല്ലാ പൂജകളും കഴിഞ്ഞ് ശബരിമല ഈ മകരവിളക്ക് ഉത്സവം കഴിഞ്ഞ് ഗുരുതി തർപ്പണത്തിന് തൊട്ട് മുമ്പാണ് ഈ പടി പൂജ നടത്തുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അത് ആ പടി പൂജ കഴിഞ്ഞാൽ പിന്നെ ആ പടിയിലേക്ക് ആരും ചവിട്ടാൻ പാടില്ല, അത്ര പരമ പവിത്രമാണ്. ആ പൂജ അർപ്പിച്ച് പടി അടയ്ക്കുകയാണ്, ആ നട അടയ്ക്കുകയാണ്. അവിടേക്ക് പിന്നെ ഒരു ഭക്തന്റെ പോലും കാൽപാദം പതിയാൻ പാടില്ല. അങ്ങനെ ഒരു പവിത്രമായ ആചാരത്തെയാണ് റിസീറ്റിന് വേണ്ടി, കാര്യം വലിയൊരു വരുമാനമാണ് ദേവസ്വം ബോർഡിന് അത് നേടിക്കൊടുക്കുന്നത്. പിന്നെ അത് വർഷങ്ങളോളം ഇപ്പൊ ബുക്കിംഗ് പോലും കിട്ടാനില്ല. പിന്നീട് അത് മാസപൂജ കാലത്ത് മാത്രമായി, കാര്യം സീസണിൽ അത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അത് സീസണിലും തിരക്കില്ലാത്ത സമയങ്ങളിലും ഉത്സവത്തിന്റെ സമയത്തും ഒക്കെ ആക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം കാലാകാലങ്ങളിൽ ഇവർക്ക് ഇത് തോന്നും പോലെയൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇപ്പൊ LDF ഗവൺമെന്റ് ഇരുന്നപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു ആവശ്യം ഇവിടുത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശബരിമല ശ്രീകോവിൽ നട 365 ദിവസവും തുറക്കണം എന്നുള്ളൊരു ആവശ്യം പോലും പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നു. ഈ അയ്യപ്പ സംഗമത്തിന്റെ വേദികളിൽ പോലും ചില ക്ലോസ് ഡോർ ചർച്ചകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ എന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ള വലിയ പരിവർത്തനങ്ങൾ അവിടെ വരുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പന്തളത്തിന്റെ പഴയ അടമാനക്കുറിപ്പുകൾ, പന്തളത്തിന്റെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള പഴയ അടമാനക്കുറിപ്പുകളുണ്ട്. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് അവിടുത്തെ പൂജാവിധി, എന്തൊക്കെ പൂജകളാണ് അവിടെ അനുശാസിക്കേണ്ടത്, തന്ത്രിക്ക് അവിടെയുള്ള സ്ഥാനം എന്താണ്. കാര്യം മേൽശാന്തിക്കാണ് അവിടുത്തെ പ്രഥമമായ സ്ഥാനം. തന്ത്രിക്ക് അവിടെയുള്ള, ശരിക്കും നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് തന്ത്രി അവിടെ എത്തേണ്ടത് ഈ മകര ഉത്സവത്തിന് മാത്രമാണ്. മകര ഉത്സവത്തിന് മേൽനോട്ടം നടത്തി കളവസദ്യ കഴിച്ചിട്ട് തന്ത്രി പടിയിറങ്ങണം എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ തന്ത്രി നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും തന്ത്രിയുടെ ഒരു കൗണ്ടറും തുറന്നിട്ട് തന്ത്രി അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അതിനൊന്നും നമ്മൾ എതിരല്ല, ഇരുന്നോട്ടെ. പക്ഷേ അതിനും മുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇത് ചോദിക്കേണ്ടി വരുന്നത്. അവിടെ തന്ത്രിയെ ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ തത്വമയി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വ്യക്തമായ ഉത്തരം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അവരുടെ പ്രവൃത്തി നന്നായാൽ ഇതിനുള്ള ഒരു ആവശ്യം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകില്ല. അതെ, ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശന വിധിയുടെ ഘട്ടത്തിൽ അന്ന് രാജീവര് നല്ല കടുത്തൊരു തീരുമാനം എടുത്തിരുന്നു യുവതി അവസാന ഘട്ടത്തിൽ. അതിനൊക്കെ പിന്നാമ്പുറം വേറെ കഥകളും കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം അവസാന ആ ഒരു തീരുമാനത്തിലെത്തി യുവതികൾ കയറുകയാണെങ്കിൽ ഞാൻ നാളെ, അന്ന് അദ്ദേഹത്തോടൊപ്പം സ്ട്രോങ് ആയി നിന്ന ചാനലാണ് തത്വമയി തുടങ്ങിയ സമയമാണ്. നമ്മളന്ന് സ്ട്രോങ് ആയി തന്ത്രിയുടെ ആ ഒരു വാദത്തിനെ അങ്ങറ്റം സ്വാഗതം ചെയ്ത ഒരു ചാനൽ കൂടിയാണ് തത്വമയി. അന്ന് ഈ ഇദ്ദേഹത്തെ ഇപ്പോൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഇയാൾക്ക് ഇത് രാജിവെച്ചിട്ട് വീട്ടിൽ പോയിരുന്നൂടെ എന്നാണ് ചോദിച്ചിരുന്നത്. അതെ, അപ്പൊ ആ ഒരു ഘട്ടമെല്ലാം മാറി ഇപ്പോൾ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് മാത്രമാണ്, ഈ സ്വർണ്ണക്കൊള്ളയുടെ കണ്ണികൾ അത് അങ്ങറ്റമായാലും ഇങ്ങറ്റമായാലും അതിൽ ഇനി ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം പുറത്തു കൊണ്ടുവരണം. അങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോഴും നമ്മൾ കഴിഞ്ഞ ചർച്ചകളിൽ, ഇതിനു മുമ്പും പല ചർച്ചകളിലും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ ശബരിമല പോലുള്ള ഒരു കാനന ക്ഷേത്രത്തിന് എന്തിനാണ് ഈ സ്വർണവും ആർഭാടവും എന്ന്. അത് കാനനവാസിയായ ഒരു താപസ്വിയായ ഒരു യോഗീഭാവത്തിലിരിക്കുന്ന ഒരു മൂർത്തിയുടെ ആലയമാണ്. അദ്ദേഹം ആഗ്രഹിച്ചത് സ്വച്ഛ തപസ്സാണ്, അല്ലാതെ സ്വർണ്ണാഭരണ വിഭൂഷണമോ ഈ 365 ദിവസത്തെ ശബ്ദകോലാഹലങ്ങളോ ഒന്നുമല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം ആലോചിച്ചത് സ്വച്ഛമായ തപസ്, സമാധിസ്ഥനായി സ്വച്ഛമായ തപസ്സാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അന്ന് അദ്ദേഹം പഴയ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അയ്യപ്പൻ തന്നെ അരുളി ചെയ്ത ചില കാര്യങ്ങളുണ്ട്. എന്നെ കാണാൻ വരേണ്ട സമയങ്ങളുണ്ട്, ആ സമയത്ത് മാത്രം നിങ്ങൾ വരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇന്നിപ്പോ അപ്പുറത്തെ വീട്ടിലുള്ള ആർക്കും അല്ലെങ്കിൽ ഇങ്ങനെ രാവിലെ എന്നിട്ട് വൈകിട്ടൊന്ന് ശബരിമല പോയാലോ എന്ന് ആലോചിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ സനോജി, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം. ഈ PS പ്രശാന്തിന്റെ ഒരു അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മറുകണ്ഠം ചാടി എത്തിയപ്പോൾ തന്റെ ഒരു ആവശ്യകത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഘട്ടത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്. PS പ്രശാന്തിന്റെ ഒരു സ്പേസ്, അദ്ദേഹത്തിന്റെ ആഗ്രഹം മറ്റൊന്നായിരുന്നു. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. രണ്ടാം വട്ടം, ഈ വട്ടം ഇലക്ഷന് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റിയില്ല. അതാണ് അയ്യപ്പന്റെ കളി എന്ന് പറയുന്നത്. അങ്ങനെ നിന്നിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ജയിച്ചെങ്കിൽ ദേവസ്വം മന്ത്രി സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതായിരുന്നു PS പ്രശാന്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് ഈ അയ്യപ്പ സംഗമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പിണറായിക്ക് സുഖചികിത്സ നടത്താനായി ഇദ്ദേഹം മുന്നിട്ടിറങ്ങിയത്. അവിടെയാണ് അതിൽ പെട്ടുപോയത്. പിണറായിയും പെട്ടു, PS പ്രശാന്തും പെട്ടു, കടകംപള്ളി പെട്ടു. ഈ അയ്യപ്പ സംഗമത്തിന് മുൻകൂട്ടി ഇറങ്ങി അല്ലെങ്കിൽ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ പെട്ടു. അതെ, ഇനി അതാണ് ചോദ്യം. ഈ PS പ്രശാന്ത് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടൊരു സംഘമുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ. അവരിലേക്ക് ഈ അന്വേഷണം നീളുമെന്നാണ്. എന്താണ് അതിനെക്കുറിച്ച് സനോജിയുടെ അഭിപ്രായം? അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അതും കൂടി ഒന്ന് പറയാം. അല്ല, ഇതിപ്പോ ഒരു പക്ഷേ എന്റെ ഒരു ഗട്ട് ഫീലിംഗ് ആണ്, ഒരു പക്ഷേ ഇത് PS പ്രശാന്തിൽ വന്ന് എല്ലാം കൂടി അടിഞ്ഞു കൂടും. അതിനപ്പുറം പോയാൽ ചിലപ്പോൾ കടകംപള്ളിയിലേക്ക് കൂടി ഒരു പടി കടന്ന് ഇത് തീർക്കും. അതിനും അപ്പുറം പോയാൽ ചില വലിയ മീനുകൾ പിടിയിലാകേണ്ടി വരും. പക്ഷെ അത് ഒരിക്കലും എന്റെ ഒരു ഫീലിംഗ് അനുസരിച്ച് അത് ഒരിക്കലും ഈ SITയുടെ അന്വേഷണത്തിൽ അത് വെളിവാവില്ല. കേന്ദ്ര ഏജൻസികൾ CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ മാത്രം വെളിവാകുന്ന കുറെ സത്യങ്ങൾ അപ്പോഴും ഈ കാണാമറയത്തുണ്ട്. ആ സത്യങ്ങളാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. അതെ, കാരണം കഴിഞ്ഞ ഒരു 72 മണിക്കൂറുകൾ അല്ലെങ്കിൽ അതിനും മേലെയായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ ഒരു പ്രസ്താവന പോലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇറക്കിയിട്ടില്ല എന്നുള്ളതും ഇത് ഈ അവസരത്തിൽ ശ്രദ്ധേയമാണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. PS പ്രശാന്ത് എന്തായാലും സനോജി പ്രവചിച്ചതുപോലെ തന്നെ പ്രതിപട്ടികയിലായി. അല്ല, ഒരാൾ കൂടി പ്രതിപട്ടികയിൽ വന്നതിന്റെ സന്തോഷമല്ല. ഈ നമ്മൾ ആദ്യം മുതൽ ചൂണ്ടിക്കാണിച്ച ഒരാളാണ് PS പ്രശാന്ത്. PS പ്രശാന്ത് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം 100% സത്യമാണ്. അതിന്റെ പിൻബലത്തിൽ മാത്രമാണ് നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പോ അന്വേഷണത്തിൽ ഒന്നുകൂടി വന്നപ്പോൾ നമ്മൾ പറഞ്ഞ വാർത്ത സത്യമായതിൽ നമുക്കൊരു അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ സംഭവ വികാസങ്ങൾ എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം. അതിനനുസരിച്ച് വീണ്ടും ചർച്ചകളുമായിട്ട് വരാം. സ്വാമി ശരണം, നമസ്കാരം.